നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, ഇന്നത്തെ കറണ്ട് എനർജി എന്താണ്, നിങ്ങളോടാവട്ടെ ജനറൽ ആവട്ടെ എന്താണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് നോക്കാം. പേജ് ഓഫ് കപ്സ്, 4 ഓഫ് പെൻഡക്കിൾസ്, 10 ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് കപ്സ്, മൂൺ, 10 ഓഫ് പെൻഡക്കിൾസ്. 2 കാർഡോടെ എടുക്കാം. ഏസ് ഓഫ് വാൻഡ്സ്, 2 ഓഫ് സ്വാർഡ്സ്, എംപറർ. ഓക്കെ, പേജ് ഓഫ് കപ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇവരൊന്നുകിൽ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ മെസ്സേജസൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് എന്തെങ്കിലും എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് നോക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് എന്തെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ അത് എടുത്ത് നോക്കുന്നതായിരിക്കാം. അതേപോലെ വല്ലാത്ത പ്രൊട്ടക്റ്റീവായിട്ടും പൊസസീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇന്നെന്തോ വല്ലാത്തൊരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നു. പക്ഷേ അവരൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ്. കാരണം ഒരു 2 സിറ്റുവേഷനിൽ പെട്ട് ജഗ്ല് ചെയ്യുന്നതായിട്ട് കാണുന്നു 2 ഓഫ് സോട്ട്സിൻ്റെ എനർജി വെച്ചിട്ട്. ഓക്കെ, അതിൽ പലർക്കും ഒരു കുടുംബം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ കുടുംബം ഉള്ളത് കൊണ്ടായിരിക്കണം അവർ വിചാരിക്കുന്ന ലെവലിൽ അവർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനോ നിങ്ങളുടെ അടുത്ത് വേണ്ട രീതിയിൽ പെരുമാറാനോ സാധിക്കാതിരിക്കുന്നത്. അതിനെക്കുറിച്ച് അവർക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുമുണ്ട്. ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇവർ അധികകാലം ഈ സ്നേഹം പ്രകടിപ്പിക്കാതെ എന്താ പറയുക, സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളവരെ വിട്ടുപോകുമെന്നുള്ളൊരു ഭയം തീർച്ചയായിട്ടും അവർക്കുള്ളതായിട്ട് കാണുന്നു കേട്ടോ. ഇതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഇവർക്ക് ആകെപ്പാടെ ഒരു തളർച്ചയും തോന്നാറുണ്ട്. ഓക്കെ, അവർക്ക് എത്രയും വേഗം നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്നും അവർ അതിതീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ സ്വതേ ഒരു എംപറർ എനർജിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ താണ് തരാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. ഇവരുടെ അടുത്തുനിന്നൊരു സോറിയൊക്കെ കിട്ടാനൊക്കെ നിങ്ങൾ കുറേ കഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പ്രബലമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെ ഡിസിഷൻ മേക്കിംഗ്, അതായത് തീരുമാനങ്ങൾ എടുത്ത് ശീലമുള്ള വ്യക്തിയാണ്. ഓക്കെ, ഇവർ പറയുന്നത് മറ്റുള്ളവരനുസരിച്ചാണ് ഇവർക്ക് ശീലം. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളുടെ മുന്നിൽ താണ് തരാൻ വല്ലാത്ത ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, അതുകൊണ്ടുകൂടിയാണ് ഇവർക്ക് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവരുടെ ഫീലിങ്സ് പ്രകടിപ്പിക്കാനോ അവർക്ക് ഇച്ചിരി പ്രയാസമുള്ള വ്യക്തികളാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അവരിങ്ങനെ ഇരിക്കും, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നുള്ളൊരു പൊതുവെ അങ്ങനെ ഒരു അപ്രോച്ച് ആയിരിക്കാം. ഓക്കെ, പക്ഷേ നിങ്ങളെ ഒരുപാട് സ്നേഹവുമാണ് കേട്ടോ. ഒരുപാട് സ്നേഹം തന്നെയാണ്. പക്ഷെ അത് എങ്ങനെയാണ് അത് പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളത് അവർക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത വ്യക്തികളാണ്. ഓക്കെ, 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് തന്നെയാണ് എന്ന് തന്നെയാണ് അവർ ഉറച്ച് വിശ്വസിക്കുന്നത്.